मैं यहाँ जो कहानी पेश कर रहा हूँ वह है मुंशी प्रेमचंद की ईदगाह। सबसे पहले मुंशी प्रेमचंद के बारे में कुछ कहना चाहिए। उपन्यास सम्राट मुंशी प्रेमचंद का असली नाम धनपत राय श्रीवास्तव है। उनका जन्म 31 जुलाई 1880 उत्तर प्रदेश वाराणसी प्रदेश के लम्ही गांव में अजय लाल और आनंदी देवी के पुत्र के रूप में हुआ था। उनके सबसे महत्वपूर्ण उपन्यास गावन गोदान मानसरोवर कर्मभूमि आदि है। अभी मैं परिचित करता हूँ ईदगाह। ईदगाह प्रेमचंद की सर्वश्रेष्ठ कहानियों में से एक है। इसमें प्रेमचंद ने एक छोटे से बालक हामिद के द्वारा अभावों में जीवन जीने की कला का वर्णन किया है। मानव संसार को ईद की बधाई दे रहा है। किसी ने वह भी नहीं, लेकिन ईदगाह जाना इनके हिस्सों की चीज है। इन लड़कों में से एक है हामिद, जो सबसे ज्यादा प्रसन्न है। हामिद 4-5 साल का गरीब सूरत दुबला पतला लड़का है। उसके अब्बा गत वर्ष चल बसते मां न जाने क्यों पीली होती होती एक दिन मर गई। अब हामिद अपनी ब्यूटी दादी आमिना की गोद में सोता है और उतना ही प्रसन्न है। आज ईद है, सब खुशियां मना रहे हैं। आमिना 3 पैसे हामिद को देती है। वह फिर भी प्रसन्न है, उल्लासित है। ईदगाह पर जाने क्यों। गांव से मेला चला और बच्चों के बात हामिद जा रहा था। मोहसिन, महमूद, नूर और सम्मी अपने खिलौने की तारीफ करते हैं। हामिद खिलौनों की निंदा करता है। हामिद लोहे की दुकान पर रुक जाते हैं। कई चिमटे रखे हुए थे। सोचते सोचते हामिद ने मोल भाव करके 4 पैसा का चिमटा 3 पैसे में ही खरीद लिया। उसके हाथ में चिमटा देखकर आमिना चौंकी। यह चिमटा कहाँ से आया? मैंने मोल लिया है। कितने पैसे में? 3 पैसे दिए। हामिद ने अपराधी भाव से कहा, तुम्हारी उंगलियां तवे से जल जाती थी, इसलिए मैंने इसे खरीद लिया। बूटिया का क्रोध स्नेह में बदल गया। कैसा बच्चा है। दूसरे बच्चों ने खिलौने मिठाइयां ली होंगी। आमिना का मन गदगद हो गया। वह रोने लगी। दामन फैलाकर हामिद को दुआएं देती जाती थी और आंसू की बड़ी बड़ी बूंदें गिरती जाती थी। हामिद की समझ में कुछ नहीं आया। उसने उसे गले लगाया और प्रार्थना का आशीर्वाद दिया। समय उस बूटा बच्चे की तरह बन गई। कहानी एक मार्मिक दृश्य के साथ समाप्त हुई है। धन्यवाद। ഹിന്ദി സാഹിത്യത്തിലെ കുലപതി, നോവൽ ചക്രവർത്തി എന്നറിയപ്പെടുന്ന മുൻഷി പ്രേംചന്ദിന്റെ അതിമനോഹരമായ ശ്രേഷ്ഠമായ ഒരു കഥയാണ് ഈദ്ഗാഹ്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആ ഒരു കഥ നിങ്ങൾ പറ്റുമെങ്കിൽ വായിക്കണം. മുത്തശ്ശി ആമിനക്കൊപ്പം താമസിക്കുന്ന ഹമീദ് എന്ന 4 വയസ്സുള്ള അനാഥയുടെ കഥയാണ് ഈദ്ഗാഹ് പറയുന്നത്. കഥയിലെ നായകനായ ഹമീദിന്
മാതാപിതാക്കളെ നഷ്ടപ്പെട്ടിരുന്നു. എന്നിരുന്നാലും മുത്തശ്ശി അവനോട് പറയുന്നു അവന്റെ പിതാവ് പണം സമ്പാദിക്കാൻ വിട്ടുപോയെന്നും അവന്റെ അമ്മ അവന് വേണ്ടി മനോഹരമായ സമ്മാനങ്ങൾ വാങ്ങാൻ അള്ളാഹുവിങ്കിലേക്ക് പോയിട്ടുണ്ടെന്നുമാണ്. എന്നാൽ ഹാമിദ് സന്തുഷ്ടനും ഉത്സാഹനുമായ കുട്ടിയുമാണ്. ഗ്രാമത്തിലെ മറ്റ് ആൺകുട്ടികളുമായി 4 വയസ്സുകാരൻ ഹാമിദ് ഈദ്ഗാഹിലേക്ക് പുറപ്പെടുന്ന പെരുന്നാൾ ദിവസ കഥയാണ് പ്രേംചന്ദ് വിവരിക്കുന്നത്. ദരിദ്രനാണവൻ. മാതാപിതാക്കൾ കൈനിറയെ സമ്മാനങ്ങളുമായി ദൈവത്തിന്റെ അടുക്കൽ നിന്നും തിരിച്ചു വരുമെന്നാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. പെരുന്നാൾ നമസ്കാരാനന്തരം ഉത്സവപ്പറമ്പിൽ കൂട്ടുകാരോടൊപ്പം ഹാമിദ് ചുറ്റിത്തിരിയുന്നു. എല്ലാവർക്കും കളിപ്പാട്ടങ്ങളും പലഹാരങ്ങളും വാങ്ങാനാണ് ആവശ്യം. ഹാമിദിന്റെ കയ്യിൽ ആകെയുള്ളത് 3 പൈസയാണ്. കൂട്ടുകാർ വാങ്ങുന്ന പലഹാരങ്ങളും കളിക്കോപ്പുകളും അവൻ കൊതിയോടെ നോക്കുന്നുണ്ട്. അവയെല്ലാം അവന് അപ്രാപ്യമാണ്. അവനൊരു കടയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു പാചക ചവണ അതിങ്ങനെ കാണുന്നു. ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴൊക്കെ ഈ കൈ കൊള്ളുന്ന തന്റെ ഉമ്മമാക്ക് ഒരു കൊടില്, അതായത് പാചക ചവണ വാങ്ങാൻ അവൻ തീർച്ചപ്പെടുത്തുകയാണ്. ഹാമിദ് വില പേശി അത് അതിങ്ങനെ കരസ്ഥമാക്കുന്നു. പൊട്ടുന്ന കളിക്കോപ്പുകളും തിന്നു തീർന്ന പലഹാരങ്ങളുമായി കൂട്ടുകാർ മടങ്ങാനൊരുങ്ങുമ്പോൾ പൊട്ടാത്ത നല്ല ശക്തിയുള്ള കുടലുമായി ഹാമിദ് അവരുടെ ഇടയിൽ നല്ല തിളങ്ങുന്നു. പലരും അവന്റെ കയ്യിൽ നിന്ന് അത് വിലക്ക് വാങ്ങാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൻ വഴങ്ങുന്നില്ല. ഹാമിദിന്റെ ഉമ്മമ്മ അവനെ സ്വീകരിക്കുമ്പോൾ അവൻ ആ കൊടിയിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. പകൽ മുഴുവനും ഒന്നും കഴിക്കാതെ പട്ടിണി കിടന്ന് നീ വാങ്ങിയത് ഇതാണോ മോനെ എന്ന്, ഇതെന്തൊരു ബുദ്ധിമോശമാണ് മോനെ ഇത് എന്ന് അമ്മൂമ്മ ശാസിക്കുന്നു. ഹാമിദ് ശാസനയിൽ നിരാശനായിപ്പോയി. അവൻ പറയുന്നു, എന്നും ഉമ്മമ്മ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കൈ പൊള്ളാറില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഉമ്മമ്മക്ക് ഈ കൂട്ടിൽ വാങ്ങിയത്. ഉത്സവത്തിമർപ്പിൽ കൂട്ടുകാരോടൊപ്പം ഉല്ലസിക്കാൻ പോയ ആ കുഞ്ഞു പൈതൽ മേളത്തിനിടയിലും, അതായത് ആ മേള പകിട്ടായ ആ സമയത്ത് പോലും തന്നെ ഓർത്തല്ലോ ഈ കുട്ടി എന്നാണ് ഈ കിളവിയായ ഉമ്മമ്മ ചിന്തിച്ചത്. അങ്ങനെ കണ്ടപ്പോൾ ആ വൃദ്ധയുടെ കണ്ണ് നിറയുന്നു. അവനെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. അപ്പോൾ ആ കുഞ്ഞ് വലിയ ആളായി മാറുകയും കരയുന്ന വൃദ്ധ കുഞ്ഞിനെ പോലെ ആവുകയും ചെയ്യുന്ന ഹൃദയസ്പർശിയായ രംഗത്തോടു കൂടിയാണ് കഥ സമാപിക്കുന്നത്.